ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ കൊച്ചിയിലോട്ടൊരു 2 ഡേ വർക്ക്ഷോപ്പിന് വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. മേ ബി ഈ വീഡിയോ ഭയങ്കര ലെങ്തി ആയിരിക്കാം. എഡിറ്റ് ചെയ്ത് വരുമ്പോൾ എന്തായിരിക്കും എന്നൊരു ഐഡിയ ഇല്ലാതെ ചെയ്യുവാണ്. കാരണം എന്തൊക്കെയോ എടുത്തു വെച്ചിട്ടുണ്ട്. എനിക്ക് തന്നെ അറിയില്ല എന്താണ് എടുത്തു വെച്ചിട്ടുള്ളതെന്ന്. സോ ഇതൊരു മെമ്മറി പോലെ കിടക്കട്ടെ എന്ന് വെച്ചാണ് ഞാനിപ്പോൾ ഇത് എഡിറ്റ് ചെയ്യാമെന്ന് പ്ലാൻ ചെയ്തത് കേട്ടോ. അപ്പോൾ ഞാൻ പോകുന്നത് എൻ്റെ ടീച്ചറിൻ്റെ കൂടെയാണ്. അപ്പോൾ ടീച്ചറിൻ്റെ പേര് വിനയ എന്നാണ്. ടീച്ചറും ഹസ്ബൻഡും ചേർന്ന് റെയിൽവേ സ്റ്റേഷനിലോട്ട് രാവിലെ തന്നെ കാറിൽ എന്നെയും കൂട്ടി പോയിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ ട്രെയിനിൽ കയറി കൊച്ചിയിലോട്ട് വിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ ഒരു 10 മണിയൊക്കെ ആയപ്പോഴത്തേക്കും തന്നെ നമ്മൾ പോയി. പ്രത്യേകം പറയണം ഞാൻ ഉണ്ടാക്കിയതാണ്, അല്ലെങ്കിൽ മിസ് രാവിലെ എഴുന്നേറ്റ് ഉണ്ടാക്കിയ ചോറാണ് ഇത് ട്രെയിനിൽ നമ്മൾ കഴിക്കാൻ പോകുന്നത്. എങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കാം. അച്ചാറും ചോറുമാണ്, സോയാബീൻ ഉണ്ട്. ഇതിനകത്ത് കുറേ സൂപ്പർ, ഉച്ചാറായാലും സൂപ്പർ. സൂപ്പർ എന്ന് പറഞ്ഞില്ല ഇവളെ കഥ കഴിയും കഴിച്ചു, അതുകൊണ്ടാണ്. ഫുഡ് രാവിലെ മിസ്സും മിസ്സിൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയും ചേർന്നിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ അതാണ് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നത്. ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഉച്ചയ്ക്ക് വിശന്ന് കൊടുത്തു കഴിഞ്ഞുകൊണ്ടാണോ എന്നും അറിയില്ല. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു കാനഡക്കാരൻ നമ്മുടെ അടുത്ത് വന്നിരുന്നിട്ടുണ്ടായിരുന്നു. പേരൊക്കെ ഞാൻ മറന്നുപോയി. അപ്പോൾ അവരോട് മിസ്സ് ഭയങ്കര കമ്പനിയായിരുന്നു. നമ്മളെനിക്ക് കുറേ സമയം സംസാരിച്ചിരുന്ന് അവരെ നമ്മളെ ഡാൻസ് വീഡിയോസൊക്കെ കാണിച്ച് വീർപ്പിച്ചിട്ടാണ് വിട്ടത്. കാരണം അവർക്ക് നമ്മുടെ എന്താ മോഹിനിയാട്ടം അതൊന്നും അറിയില്ല എന്ന് പറഞ്ഞു. അപ്പം അറിയാതെ പോകണ്ട, നമ്മൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് മൊത്തം ഇരുത്തി അവരെ കാണിച്ചു കൊടുത്തിട്ടാണ് നമ്മൾ വിട്ടത് ഗൈസ്. അങ്ങനെ നമ്മുടെ കൾച്ചർ നമ്മൾ കാനഡ വരെ എത്തിച്ചിട്ടുണ്ട് ഒരു ട്രെയിനിലിരുന്നുകൊണ്ട്. ശരിക്കും എൻ്റെ മേക്കപ്പിലുള്ള വീഡിയോയും അതേപോലെ തന്നെ എന്നെ നേരിട്ടും കണ്ടപ്പോൾ ശരിക്കും അവർ അന്തളിച്ച് പോയി ഗൈസ്. കാരണം അവർക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല, മേക്കപ്പ് ഇട്ടിട്ട് ഒരാൾ ഇത്രയും മാറുമോ എന്ന് പറഞ്ഞ പോലെയാണ് എൻ്റെ വീഡിയോ അവർ കണ്ടുകൊണ്ടിരുന്നത് കേട്ടോ. പിന്നെ കുറച്ച് സമയം ബോറടിച്ചിരുന്നപ്പോഴത്തേക്ക് നമ്മളൊരു ഫ്രൂട്ട് ബൗളൊക്കെ വാങ്ങിയിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ റൂമിലെത്തി കേട്ടോ. കൊച്ചിയിലെത്തിയപ്പോൾ എടുക്കാൻ കൊച്ചി ലാൻഡ് ചെയ്തപ്പോൾ എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഉറങ്ങിപ്പോയി. ഞാൻ ഓട്ടോറിക്ഷയ്ക്ക് കിടന്ന് ഉറങ്ങിപ്പോയി. നമ്മൾ ഓട്ടോയിലാണ് റൂമിലോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. സോ ദിസ് ഈസ് ദ റൂം. കുഴപ്പമില്ല, നല്ല റൂമായിരുന്നു കേട്ടോ. നമ്മളിവിടെ 3 days ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല റൂമായിരുന്നു. ഇത് ഒരു അപ്പാർട്ട്മെൻ്റ് ആയിട്ടാണ് വരുന്നത് കേട്ടോ. പേര് റൂബി അപ്പാർട്ട്മെൻറ്റ്സ് ആണ്. എപ്പോഴാണ് ഞാൻ ഓർത്തത്. സോ നമുക്കൊരു റൂമും പിന്നെ കിച്ചണും ഹോളും ഒക്കെ വരുന്ന നല്ലൊരു റൂമായിരുന്നു. പിന്നെ മിസ്സിൻ്റെ ഒരു ഫ്രണ്ട് കൂടി ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. വരുമ്പോൾ മിസ്സിൻ്റെ ഫ്രണ്ടായിരുന്നു, പോകുമ്പോഴത്തേക്ക് അതെൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത്രയും ദിവസം താമസിച്ചപ്പോഴത്തേക്കും. റൂമിലെത്തിയ ഉടനെ തന്നെ ബാഗും ഇതെല്ലാം ഞാൻ കട്ടിലിൽ നിരത്തി വാരി വിളിച്ചിട്ടിട്ടുണ്ടായിരുന്നു. എന്നോട് മിസ് അവിടെ നിന്ന് വരുമ്പോഴേ പറഞ്ഞാണ് ഇത്രയും വാരി ചുമക്കേണ്ട ആവശ്യമില്ലാന്ന്. അപ്പോൾ എന്താണ് എൻ്റെ പെട്ടി ചുമക്കാൻ എനിക്ക് ആരുടെയും സഹായം ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഞാൻ പെട്ടി ചുമന്ന് കൊച്ചി എത്തിയപ്പോഴത്തേക്കും തന്നെ എനിക്ക് ബാഗ് ചുമന്ന് ഭയങ്കര ഷോൾഡർ പെയിനൊക്കെ ആയിരുന്നു കേട്ടോ. അതിങ്ങനെ ഞാനും മിസ്സും ഫുഡ് കഴിച്ചുകൊണ്ട് TV കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. മിസ്സ് നോർമലി ഇങ്ങനെ തന്നെയാണ് കേട്ടോ, ഭയങ്കര ചില്ലാണ്, കൂളാണ്. അപ്പോൾ ടീച്ചറല്ലേ എന്ന് വെച്ചാൽ ഓവർ റെസ്പെക്റ്റ് ഒന്നും കൊടുക്കേണ്ട യാതൊരു കാര്യമൊന്നുമില്ല, ഓക്കെയാണ്. അതിന് നമ്മളൊരു സീരീസൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ദീശാക്ക വന്നു. അപ്പോൾ ദീശാക്കാണ് മിസ്സിൻ്റെ ഫ്രണ്ടെന്ന് ഞാൻ പറഞ്ഞത് കേട്ടോ. ആൾ കോയമ്പത്തൂരാണ്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഹെൽത്തി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള സാധനമൊക്കെ ഓർഡർ ചെയ്തു. പക്ഷേ വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. മീൻസ് ഭയങ്കര ബില്ലായിരുന്നു. ആ ബില്ലനുസരിച്ച് നോക്കുമ്പോൾ വലിയ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. അല്ലാത്ത പക്ഷം കഴിക്കാമായിരുന്നു. പിന്നെ എൻ്റെ ഐഡിയ ആയിപ്പോയി, അല്ലെങ്കിൽ വെട്ടിക്കൊന്നേനെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു പരാതിയും പറയാതെ ഞാനത് മൊത്തം കഴിച്ചു തീർത്തു ഗൈസ്. അത് കഴിഞ്ഞ് കുളിച്ച് ഫ്രഷായി കഴിഞ്ഞപ്പോഴാണ് ബുക്ക് വാങ്ങിയില്ല എന്ന് ഓർത്ത് കേട്ടോ. ഒരു ടൂർ മൂഡിലങ്ങ് ഇറങ്ങി പുറപ്പെട്ടു. നാളെ വർക്ക്ഷോപ്പിന് എഴുതാനുള്ള ബുക്കൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ബുക്ക് കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഗുഡ് നൈറ്റ് ആയി ഗായ്സ്. നെക്സ്റ്റ് ഡേ കാണാം, ഓക്കെ ബായ്. പിറ്റേ ദിവസം രാവിലെ നമ്മൾ സാരിയൊക്കെ എടുത്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഹാഫ് സാരിയൊക്കെ കൊടുക്കുന്നത് കേട്ടോ. അതുകൊണ്ട് മിസ്സാണ് ഉടുപ്പിച്ചത്. നമ്മൾ 3 പേര് റൂമിൽ നിന്ന് ഒരുങ്ങി കഴിഞ്ഞപ്പോഴുള്ള ബെഡിൻ്റെ അവസ്ഥയാണത്. ഇതേ ബെഡിനാണ് നമ്മൾ കിടന്നുറങ്ങേണ്ടത്. അത് ഞാൻ സ്മരിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ കണ്ണടയിൽ മുമ്പിൽ നിന്ന് കുറച്ച് ഷോ ഒക്കെ ഇട്ടതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് റെഡിയായി. അപ്പോൾ അക്കയ്ക്ക് കേരള ഫുഡ് തന്നെ മതി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇഡ്ഡലിയും സാമ്പാറുമാണ് ചട്നിയുമാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ വർക്ക്ഷോപ്പിൻ്റെ സ്ഥലത്തോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ നിന്ന് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം ഫോൺ നമ്മൾ വേറെ റൂമിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഫോൺ അങ്ങോട്ട് കയറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ നിൽക്കുന്ന അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഈ വർക്ക്ഷോപ്പ് നടക്കുന്നിടത്തേക്ക് കുറച്ച് ദൂരം ഉണ്ടായിരുന്നു. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ നിർത്തി പൂവൊക്കെ വാങ്ങിട്ടോ. ഇവിടെ പോയതിന് ശേഷം കുറേ തമിഴ് കൾച്ചർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെയാണ്, നമുക്ക് ഒരാളെ ഇങ്ങനെ എന്താ നമ്മൾ പൂ വാങ്ങുമ്പോൾ കൂടെയുള്ളവർക്കും കൂടി പൂ വാങ്ങുന്ന അങ്ങനത്തെ ഒരു കൾച്ചറൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എനിക്ക് മിസ്സ് പറഞ്ഞു തരാട്ടോ ചെയ്ത്. വർക്ക്ഷോപ്പ് കഴിഞ്ഞ് റൂമിലെത്തിയപ്പോഴത്തേക്കും അത്യാവശ്യം ടയേർഡായിട്ടുണ്ടായിരുന്നു. എന്നാലും കൊച്ചി എക്സ്പ്ലോർ ചെയ്യാൻ പിന്നെ സമയം കിട്ടില്ലല്ലോ, 2 ദിവസമല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട്
ഒരുങ്ങി കെട്ടി പോവാൻ ഇറങ്ങിയിട്ടുണ്ട്. ഗായ്സ് നമ്മൾ എങ്ക പോറേ என்ன சொல்லணும் ஃபோர்ட் கொச்சியா இல்ல லுலு மால் சரி இன்னொரு வீடியோ ஃபர்ஸ்ட்ல இருந்தது அப்புறம் ഗൈസ് ഇപ്പോൾ ഈവനിങ് ലുലു മോളിലൊക്കെ പോകാം, ഫോർട്ട് കൊച്ചിയൊക്കെ പോകാമെന്ന് വെച്ച് പ്ലാനിട്ടൊക്കെ ഇറങ്ങിയതാണ്. പക്ഷേ അത്രയും പ്ലാനിങ് ഒന്നും നടന്നില്ല. അപ്പോഴത്തേക്ക് രാത്രിയായിപ്പോയി. സോ നമ്മൾ മോളിലൊക്കെ ഒന്ന് കറങ്ങി അങ്ങനെ തിരിച്ചു വരികയാണ് ഉണ്ടായത് കേട്ടോ. പിന്നെ ഈ വീഡിയോയിൽ ഡയറക്റ്റായിട്ട് വരുന്ന എൻ്റെ തമിഴ് കേട്ട് നിങ്ങൾ ആരും ഞെട്ടരുത്. ഇത് ഫസ്റ്റ് ഡേ ആണ്, അതുകൊണ്ടാണ് എനിക്കൊരു ഫ്ലോ ഇല്ലായ്മ. ഞാൻ ഈ ഒരു 5 days 6 days ഒക്കെ ആയി കഴിഞ്ഞപ്പോൾ നല്ല ഫ്ലുവൻ്റ് ആയിട്ട് തമിഴ് പറയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഗൈസ് ഇതാണ് കൊച്ചി. കൊച്ചി കാണാത്തവർ കൊച്ചി കണ്ടോളൂ. പിന്നെ ഇതാണ് ലുലു ഹൈപ്പർ മാർക്കറ്റ്, അത് കാണാത്തവർ അതും കണ്ടോളൂ. ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് എനിക്ക് എന്തായാലും അറിയാം. പക്ഷേ ഞാനിത് ആദ്യമായിട്ടായിരുന്നു ലുലു മാൾ കാണുന്നത്. സ്കൂളിൽ നിന്ന് ടൂർ പോയപ്പോൾ പോലും ഞാൻ ലുലു മാൾ കണ്ടില്ല. എന്താണെന്നുള്ള കാരണം എനിക്ക് ഓർമ്മയുമില്ല. സോ അപ്പോൾ നമ്മൾ ലുലു മാളിൻ്റെ മുമ്പിലുള്ള ലുലു മാളിൽ പോയി അവിടുന്ന് ചായ കുടിച്ച് കീശ കയറി തിരിച്ചു വരണ്ടെന്നുള്ളത് കൊണ്ട് നമ്മൾ പുറത്തുനിന്ന് ചായയും ഒരു മസാല ബോണ്ടയും കഴിച്ചതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഷോപ്പ് ചെയ്യുന്ന പോലെ ഇങ്ങനെ കറങ്ങി നടന്നു. ഒന്നും വാങ്ങിയൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് ഇങ്ങനെ ഓരോ സാധനങ്ങൾ നോക്കി എന്ന് മാത്രം. ഒന്നും വാങ്ങിയില്ല. അത് കഴിഞ്ഞ് നമ്മൾ സിനിമ കാണാൻ പോകാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ നമ്മൾ ഒരു മൂവിക്ക് കയറി. പടം കാണാൻ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ, ആകെ 2-3 ആൾക്കാരേ തിയേറ്ററിനുള്ളിൽ ഉണ്ടായിരുന്നുള്ളൂ. സോ നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ. നല്ല എൻജോയ് ചെയ്തായിരുന്നു പടം കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ മദ്രാസിക്കാരനാണ് കണ്ടത് കേട്ടോ. കുഴപ്പമില്ലൊരു ഓക്കെ പടം, അത്രേ ഉള്ളൂ. ഞാൻ ഭയങ്കര വാവുമാണ്, നിങ്ങൾ പോയി കാണണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഓക്കെ ആയിട്ടുള്ള മൂവിയായിരുന്നു. ഇത് 2-3 പേരായതുകൊണ്ട് തന്നെ നമ്മൾ പാട്ടൊക്കെ വന്നപ്പോഴത്തേക്ക് ഫുൾ അടിച്ച് പൊളിച്ച് ഡാൻസൊക്കെ കളിച്ചിട്ടാണ് ഉണ്ടായിരുന്നത്. പടം കണ്ടു കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് നൈസായിട്ട് കിടന്നുറങ്ങി. അതിന് മുമ്പേ നമ്മൾ അന്ന് പഠിപ്പിച്ച ഡാൻസിൻ്റെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ നോക്കി പ്രാക്ടീസ് ചെയ്തെന്ന് പറയാൻ പറ്റില്ല, ജസ്റ്റ് ഒന്ന് ഓർത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. 3 സ്ത്രീകൾ ഒരുമിച്ച് കിടന്നുറങ്ങുമ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ എത്ര പെട്ടെന്നൊന്നും കിടന്നുറങ്ങൂല. സംസാരിച്ചല്ല സമയം പോയത്, ചിരിച്ചാണ് സമയം പോയത്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ വായു വേദനയായിരുന്നു 2 ദിവസത്തേക്ക്. ഈ ചിരിച്ചിട്ട് ഫുൾ ടൈം ചിരിച്ചുകൊണ്ടിരിക്കുക, എന്തിനാണെന്നറിയില്ല. എന്നിട്ടേ പറയായിരുന്നു നാളെ ചിലപ്പോൾ കരയാനുണ്ടാവും. കാരണം എങ്ങനെയാണ് എനിക്ക് ആ ഹാപ്പിനെസ് എക്സ്പ്ലോർ ചെയ്യേണ്ടതെന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ ഭയങ്കര ചിരിയായിരുന്നു. എന്താ പറ്റിയെന്ന് അറിയില്ല, അത്രയ്ക്ക് ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ നൈറ്റ്. 2-ാം ദിവസം രാവിലെ 7 മണി എന്നെ സാരി ഉടുപ്പിക്കലാണ് മിസ്സിന് ഏറ്റവും സ്ട്രഗ്ലിംഗ് ആയിട്ടുണ്ടായിരുന്നത് കേട്ടോ. കാരണം എനിക്ക് ഒരു വകി അറിയില്ല ഈ പ്രാക്ടീസ് സാരി എങ്ങനെ ഉടുക്കണം എന്നുള്ളതിനെ പറ്റി. പക്ഷെ മിസ് ഒരു പരാതിയും പറയാതെ 2 ദിവസം എന്നെ സാരി ഉടുപ്പിച്ചിട്ടാ. മിസ്സിൻ്റെ സാരി തന്നെയാണ്, എന്നിട്ട് 2 പേരും എന്നെ ഉടുപ്പിച്ച് നമ്മൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരുങ്ങി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ പ്രാക്ടീസ് സാരിയൊക്കെ ഇട്ട് ഇങ്ങനെ മേക്കപ്പൊക്കെ ഇട്ടിട്ട് ചെല്ലാൻ വേണ്ടിയിട്ട്. സെക്കൻഡ് ഡേ പോകുന്നതിന് മുമ്പ് കുറച്ച് റീലും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, കാണാത്തവർ പോയി കണ്ടോളാം. അപ്പോൾ 2 ദിവസത്തെ വർക്ക്ഷോപ്പ് ഇത്രയേ ഉള്ളൂ. വർക്ക്ഷോപ്പിൻ്റെ വീഡിയോസൊന്നും ഞാൻ ആഡ് ചെയ്യുന്നില്ല. പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് പഠിച്ചതിന് ശേഷം അത് ഡാൻസ് വീഡിയോ ആയിട്ട് തന്നെ ഇടാം കേട്ടോ. ഗൈസ് അപ്പോൾ 2 ദിവസത്തെ വർക്ക്ഷോപ്പിന് ശേഷം ഞാൻ എൻ്റെ പെട്ടിയും പ്രമാണമൊക്കെ വാരി കിട്ടി തിരിച്ച് പോവുകയാണ്. നേരെ പോയത് കോയമ്പത്തൂരിലേക്കാണ്. അവിടുത്തെ വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. സോ ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.